ഹായ്, എൻ്റെ പേര് ശ്രീജ. ഇന്ന് ഇവിടെ ഒരു ഡെമോ ക്ലാസ് ആണ് എടുക്കുന്നത്. ഈ ഡെമോ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന മെയിൻ ടേമിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് പുഷ് അല്ലെങ്കിൽ എന്താണ് പുൾ? ഇപ്പൊ ദാ നോക്കൂ, ഇവിടെ ഒരു ബുക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ when I move this book away from me, that is a push എന്ന് പറയും അല്ലെ. അതായത് ഒരു ബുക്കിനെ എന്നിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തെന്ന് പറയും? അത് പുഷ് എന്ന് പറയും. when I bring the book towards me, it's a pull എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഈ ഡോറ് ഈ ആൾ എന്താ ചെയ്യുന്നത്? അയാളിലേക്ക് അടുപ്പിക്കുകയാണ്. അടുപ്പിക്കുമ്പോൾ അതെന്തെന്ന് പറയും? പുൾ. മറ്റേ പിക്ചർ നോക്കൂ, റൈറ്റ് സൈഡില്, അത് അയാളിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് പുഷ്. ഓക്കെ, സോ നെക്സ്റ്റ്. ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളൊരു കിക്ക് കൊടുക്കുമ്പോൾ ഫുട്ബോൾ മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മൂവ് ചെയ്യുന്നത്? അടുത്ത നമ്മളൊരു പുഷ് കൊടുക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് കിണറിൽ നിന്ന് വെള്ളം കോരുന്നു. വെള്ളം കോരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബക്കറ്റ് കിണറിൽ നിന്ന് പൊങ്ങി വരുന്നു അല്ലെ. കയറിൽ പിടിച്ച് നമ്മൾ വലിക്കുമ്പോൾ ബക്കറ്റ് കിണറിൽ നിന്ന് പൊങ്ങി വരുന്നു ഇല്ലേ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ഈ ആക്ഷൻ ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ പുഷും പുള്ളും നമ്മൾ കൊടുത്താലേ എന്ത് പറ്റുള്ളൂ? ഈ ആക്ഷൻസ് ഒക്കെ സംഭവിക്കുള്ളൂ. ഈ പുഷ് അല്ലെങ്കിൽ പുള്ള് നമ്മൾ ഈ ഒബ്ജക്ട്സിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിനെ നമുക്കൊരു സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ പറയാം, പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്ട് ഈസ് കോൾഡ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു കാട്ടില് നോക്കിക്കേ, പുള്ളും ഉണ്ട് പുഷും ഉണ്ട് അല്ലെ. ആ ഗേൾ എന്താ ചെയ്യുന്നത്? ആ കാട്ടിനെ പുഷ് ചെയ്യുന്നു. അതുപോലെ ആ ബോയ് ആ കാട്ടിനെ പുള്ളി ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും ഫോഴ്സ് തന്നെയാണ് ആ കാട്ടില് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കിയേ. ആദ്യത്തെ പിക്ചറില് ആപ്പിള് താഴേക്ക് വീഴാണ്. രണ്ടാമത്തേല് ആ ഫുട്ബോളർ ബോൾ കിക്ക് ചെയ്യുന്നു. രണ്ടാമത്തേൽ എന്താണ്? ആ മാഗ്നറ്റ് നെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നു അല്ലെ. അതും ഒരു ഫോഴ്സ് തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് നോക്കാം. അപ്പോ നമുക്ക് പറയാം ഫോഴ്സ് എന്ന് പറയുന്നത് പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്ട്. എക്സാമ്പിൾസ് നമ്മൾ കുറച്ച് കണ്ടു, എന്നിരുന്നാലും കുറച്ചുകൂടെ ഞാൻ പറയാം. എക്സാമ്പിൾസ്: pushing a chair, pulling a trolley, pulling a suitcase, pushing a table, kicking a football, പിന്നെ stretching a rubber band. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഫോഴ്സിനുണ്ട്. നിങ്ങൾക്ക് അത് കൂടുതൽ നിങ്ങൾ തന്നെ കണ്ടെത്തുക കേട്ടോ. ഇപ്പൊ ഞാൻ കുറെയൊക്കെ കാണിച്ചതില്ല. അതുപോലെ നമ്മൾ ഈ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ കുറെ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് സെക്ഷൻ. അടുത്തെന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ്. അതായത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിലേക്കാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് മൂവ് ആവും. ഇവിടെ നോക്ക്, ഒരാള് ഫുട്ബോള് കിക്ക് ചെയ്യുന്നു. അതായത് ആ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന പൊസിഷനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് ഈ ഒരു എക്സാമ്പിള് ഏതാ? ഫുട്ബോൾ ആണ്. അപ്പൊ ഫുട്ബോൾ അവിടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫുട്ബോളിലേക്ക് ഫുട്ബോളർ കിക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫുട്ബോൾ മൂവ് ചെയ്യുന്നു ഇല്ലേ. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഹാപ്പൻ ചെയ്തു അല്ലേ. സോ ഫോഴ്സ് ക്യാൻ മേക്ക് എ സ്റ്റേഷനറി ഒബ്ജക്ട് മൂവ്. അവിടെ ചേഞ്ച് സംഭവിച്ചത് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആയ ബോള് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതിന്റെ എക്സാമ്പിൾസ് നോക്ക്. ഹിറ്റിംഗ് എ ഗോൾഫ് ബോൾ ബൈ എ ക്ലബ്. ഇവിടെ ക്ലബ് എന്ന് പറയുന്ന സ്റ്റിക്ക് ആണ്. അടുത്ത പുഷിംഗ് എ ടേബിൾ. ഇതൊക്കെ നമുക്ക് ആ ടേബിള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. സ്റ്റേഷനറി ആയിരുന്നു ആദ്യം അല്ലെ, അറ്റ് റെസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് പുള്ളിങ് എ ബോക്സ്, കിക്കിംഗ് എ സ്റ്റേഷനറി ബോൾ. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സിന് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ,
നോക്ക്, അപ്ലൈങ് ബ്രേക്സ് ഓൺ എ ബൈസൈക്കിൾ. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൈസൈക്കിളിനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ? ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു സൈക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നോക്ക്, ഫീൽഡർ സ്റ്റോപ്പിംഗ് എ ക്രിക്കറ്റ് ബോൾ. ഫീൽഡർ സ്റ്റോപ്പിംഗ് എ ക്രിക്കറ്റ് ബോൾ എന്ന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റർ ബോളിനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് ഫീൽഡറിന്റെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ബോളിനെ ആ ഫീൽഡർ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ബ്രേക്സ് അപ്ലൈ ടു എ മൂവിംഗ്. അവിടെ ആ മൂവിംഗ് ആണ് സ്റ്റോപ്പ് ചെയ്യുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. സ്റ്റോപ്പിംഗ് എ ഫുട്ബോൾ ബൈ ഗോൾ കീപ്പർ. ഗോൾ കീപ്പർ ഫുട്ബോൾ പിടിക്കുമ്പോൾ ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ സ്റ്റോപ്പ് ആവുന്നു. മൂവിംഗ് ബോൾ സ്റ്റോപ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൾ സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ ഫോഴ്സിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പൊ ഒരു ബൈസൈക്കിള് ചവിട്ടുകയാണ്, നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ബൈസൈക്കിള് സ്ലോലിയെ മൂവ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലോ ബൈസൈക്കിള് പെട്ടെന്ന് മൂവ് ചെയ്യും. എന്താ ഇവിടെ നോക്കി, ഈ പിക്ചറിൽ നോക്കി, ആദ്യത്തെ ചെറിയ ഫോഴ്സാ കൊടുത്ത അപ്പൊ പതുക്കെ പോകുള്ളൂ. കൂടുതൽ ഫോഴ്സ് കൊടുത്താലോ പെട്ടെന്ന് പോകും. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഫോഴ്സിന്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. accelerate or decelerate a moving object. Accelerate എന്ന് വെച്ചാൽ increase, decelerate എന്ന് വെച്ചാൽ decrease ചെയ്യാം. അപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. pushing a bicycle, pulling a bicycle, juggling of balls, പിന്നെന്താ player hitting a baseball using bat. Okay, so next point എന്ന് പറയുന്നത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫോഴ്സിന് നമ്മളെ ഡയറക്ഷൻ ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കിക്കേ. ഹിറ്റിംഗ് എ മൂവിംഗ് ക്രിക്കറ്റ് ബോൾ വിത്ത് എ ബാറ്റ്. ഇപ്പൊ ബൗളർ ബൗൾ ചെയ്യുന്ന സമയത്ത് ആ ബോള് ക്രിക്കറ്റിലേക്ക് വരുമ്പോ ആ ബാറ്റ് വെച്ചിട്ട് ആ ക്രിക്കറ്റ് ബോളിനെ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ആ ബൗളർ ബൗൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡയറക്ഷനിലായിരുന്നു, ഈ ബാറ്റ് വെച്ച് കിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ. അതായത് ഫോഴ്സ്, അതായത് ക്രിക്കറ്റ് ബാറ്റ് ആണ് അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തത്, അപ്പൊ അത് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ ദ ബോൾ ചേഞ്ചസ് ദ ഡയറക്ഷൻ. സോ ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് വേറെ നോക്കാം. ഫുട്ബോൾ പ്ലെയർ കിക്കിംഗ് ദ ബോൾ ഇല്ലേ. ട്രാജക്ടറി ഓഫ് എ സ്റ്റോൺ, അതായത് ആ സ്റ്റോൺ പോകുന്ന ഒരു ഡയറക്ഷൻ അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്റ്റോണിനെ ഞാൻ അങ്ങോട്ട് എറിയാം, അല്ലെങ്കിൽ ബോൾ എറിയുമ്പോൾ ഇവിടെ നിന്ന് ആ ഡയറക്ഷൻ മാറിയാ പോകുന്നത് അല്ലെ. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ ഹിറ്റിംഗ് ദ ബോൾ, പിന്നെ സ്ട്രൈക്കിംഗ് ദ ക്യാരം കോയിൻസ്. ഇതൊക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓർ സൈസ് ഓഫ് ആൻ ഒബ്ജെക്ട്, അല്ലെങ്കിൽ ഡീഫോം എന്ന് പറഞ്ഞിരുന്നാലും ചേഞ്ച് ചെയ്യുന്ന കേട്ടോ. ഷേപ്പിനെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സൈസിനെ ചേഞ്ച് ചെയ്യുക. സോ അപ്പൊ എന്താ പറയുന്നത്? ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓർ സൈസ് ഓഫ് ആൻ ഒബ്ജെക്ട്. എന്റെ എക്സാമ്പിൾസ് നോക്കാം, ഷേപ്പിന്റെയും സൈസിന്റെ നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജെക്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ക്വീസിംഗ് ഓഫ് ടൂത്ത് പേസ്റ്റിനെ സ്ക്വീസ് ചെയ്യുമ്പോൾ അതിന് ഷേപ്പിന് ചേഞ്ച് വരുന്നു. ക്ലേ മൗൾഡിംഗ് ബൈ ഹാൻഡ്സ്, അതിലും ഷേപ്പിന് ചേഞ്ച് വരുന്നു. ഹിറ്റിംഗ് ദ ഡവ്, അതും ചേഞ്ച് വരുന്നുണ്ട്. ഹിറ്റിംഗ് ദ ഹോട്ട് അയൺ വിത്ത് ഹാമർ വെച്ച് ഹോട്ട് അയണിനെ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഈ താക്കോലൊക്കെ ഇങ്ങനെയാ സംഭവിക്കുന്നത്. അതായത് ഹാമർ വെച്ച് നല്ല ഹോട്ട് അയണിനെ ഇങ്ങനെ ഹിറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കാണ് പല പല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ചേഞ്ച് ദ സൈസ് ഓഫ് ആൻ ഒബ്ജെക്ട്. ഒബ്ജെക്റ്റിന്റെ സൈസിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ കംപ്രസിംഗ് ദ സ്പ്രിങ്. കംപ്രസിംഗ് ദ സ്പ്രിങ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ ഇങ്ങനെ ഇരിക്കുന്നതിന് നമുക്കിങ്ങനെ വലിച്ചു നീട്ടാം. അതായത് വലിച്ചു നീട്ട് കുറയ്ക്കുകയൊക്കെ നമുക്ക് സൈസിനെ കംപ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കും. ഓക്കെ, അടുത്ത് സ്ക്വീസിംഗ് ഓഫ് സ്പോഞ്ച്. സ്പോഞ്ചിനെ സ്ക്വീസ് ചെയ്യുക, പിഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്പോഞ്ചിന്റെ സൈസ് ചെറുതാവുക വലുതാവുക ഒക്കെ ചെയ്യും. അടുത്ത ബ്ലോയിങ് എയർ ഇൻ ടു ബലൂൺസ്, അതിന്റെയും സൈസ് മാറുകയൊക്കെ ചെയ്യും. സ്ട്രെച്ചിങ് ദ റബ്ബർ ബാൻഡ്, അതിന്റെയും സൈസ് ചെയ്യുന്നു. സ്ട്രെച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കുമ്പോൾ റബ്ബർ ബാൻഡിന് സൈസ് ചേഞ്ച് ആവുന്നു. ഓക്കെ, സോ അപ്പോ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. സോ ടുഡേ എന്താ നമ്മൾ പഠിച്ചത്? ഫോഴ്സ് എന്ന് പറയുന്നത് പുഷ് ഓർ പുൾ ആണെന്ന് നമ്മൾ പഠിച്ചു.
വെറും പുഷ് ഓർ പുൾ ആണോ? പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഈ ഫോഴ്സ് ക്യാൻ അഫക്റ്റ് ഒബ്ജക്ട്സ് ഇൻ ഡിഫറെന്റ് വേസ് അല്ലേ? അതും നമ്മൾ പഠിച്ചു. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.